നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിൻ്റെ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഡോക്ടർ ആരതിയോട് എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ രാഗി പൊട്ടിത്തെറിക്കുന്നുണ്ട് ഡോക്ടറിനോട്. എന്തിനാ ഡോക്ടർ മറ്റൊരാളോട് ഈ കാര്യം പറഞ്ഞതെന്ന് ചോദിക്കുന്നു. ഒരാളെങ്കിലും ഈ വിവരമെല്ലാം അറിഞ്ഞിരിക്കണം, അത് രാഗിയുടെ റിലേറ്റീവ് തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആരതിയോട് ഈ രഹസ്യം പറഞ്ഞതെന്ന് പറയട്ടെ ചെയ്യുന്നത്. ഇനി ആരും ഇത് അറിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ രാഗി. രാജീവനെ അറിയിക്കേണ്ടതെന്ന് ആരതി ചോദിക്കും. പറഞ്ഞില്ലേ ആരും അറിയണ്ടെന്ന്. ഇനി ആരെങ്കിലും നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല എന്ന് രാഗി പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് ആരതി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് രാഗിയെ നിർബന്ധിക്കുന്നുണ്ട്. രാഗി ഒരു തരത്തിലും ട്രീറ്റ്മെൻറ്റിനൊന്നും തയ്യാറാവുന്നില്ല. എനിക്ക് എത്ര നാളാണോ ദൈവം ആയുസ് വിധിച്ചിരിക്കുന്നത് അത്രയും നാൾ ഞാൻ ജീവിച്ചാൽ മതിയെന്നും അതിനുശേഷം ഞാൻ ഈ ഭൂമി വിട്ട് പോയിക്കോട്ടെ എന്നും പറയാട്ടോ ചെയ്യുന്നത്. അതിനു മുമ്പ് എനിക്ക് രാജീവേട്ടനെയും കുട്ടികളെയും സുരക്ഷിതമായ കൈകളിലാക്കണമെന്ന് പറഞ്ഞു. ഏത് കൈകളുടെ കാര്യമാണ് നീ പറയുന്നതെന്ന് ആരതി ചോദിക്കുമ്പോഴത്തേക്കും ശാരികയെ ഞാൻ തിരിച്ചു കൊണ്ടുവരും, അവളെ ഞാൻ രാജീവത്തിലേക്ക് കൊണ്ടുവരുന്ന നിമിഷം ഞാൻ എല്ലാ സത്യങ്ങളും രാജീവേട്ടനോട് തുറന്നു പറയും. ശാരികയ്ക്ക് മാത്രമേ എൻ്റെ കുട്ടികളെ ഞാൻ നോക്കുന്നത് പോലെ തന്നെ നോക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നും എനിക്ക് പകരക്കാരിയായിട്ട് ശാരികയാണ് വരേണ്ടതെന്നും പറയാട്ടോ ചെയ്യുന്നത്. അവളുടെ കയ്യിൽ എൻ്റെ രാജീവേട്ടനും കുട്ടികളും ഭദ്രമായിരിക്കുമെന്നും പറയുന്നു. ഇതൊക്കെ കേട്ട് ആരതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാട്ടോ ചെയ്യുന്നത്. രാഗി മോളെ നീ എന്ത് ഭ്രാന്താ പറയുന്നതെന്നൊക്കെ ആരതി ചോദിക്കുന്നുണ്ടല്ലോ. രാഗി ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ്, ഇതിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടാവത്തില്ല എന്ന് രാഗി അങ്ങ് തീർത്ത് പറയാട്ടോ ചെയ്യുന്നത് ആരതിയോട്. ആരതി ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാലും നീ ട്രീറ്റ്മെൻറ്റിന് എന്താ മോളെ തയ്യാറാവാത്തെന്ന് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞില്ലേ ചേച്ചി എന്ന് പറയുന്നു. അതിനുശേഷം രാഗി നേരെ പോവാട്ടോ ചെയ്യുന്നത് രാജേന്ദ്രൻ്റെയും ജയരാമൻ്റെയും അടുക്കലേക്ക്. അവർ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ രാഗി ഭയങ്കര ദേഷ്യത്തിൽ തന്നെ പൊട്ടിത്തെറിച്ചാണ് കേട്ടോ അങ്ങോട്ട് ചെല്ലുന്നത്. രാജേന്ദ്രൻ്റെ എല്ലാ ചതിയും തെളിവ് സഹിതം മനസ്സിലാക്കുകയും ചെയ്തു. അവിടേക്ക് എത്തുന്ന രാഗിയുടെ മറ്റൊരു രൂപമാട്ടോ കാണാനായിട്ട് സാധിക്കുന്നത്. രാജേന്ദ്രനാണെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നു, അഭിനയിച്ച് സോറിയൊക്കെ പറയുന്നു. രാഗിക്ക് മനസ്സിലാവുന്നുണ്ട് രാജേന്ദ്രൻ്റെ ആ ഒരു പൊയ്മുഖമാണെന്നുള്ളതും. രാഗി എത്തി ആ മുഖം മൂടി വലിച്ചു കീറുക തന്നെയാട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മയെ കൊല്ലാൻ വരെ നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു പെറ്റ തള്ളയെ കൊല്ലാനായിട്ട്? സ്വത്തുക്കൾ വേണമെങ്കിൽ നിങ്ങൾ മുഴുവനും എടുത്തോ, എൻ്റെ പങ്കും എല്ലാം എടുത്തോ, എനിക്കൊന്നും വേണ്ട, പക്ഷെ അമ്മയെ ജീവനോടെ വേണം, അതാണ് വേണ്ടതെന്ന് പറയട്ടെ ചെയ്യുന്നത്. അത് ഞാനൊന്നും ചെയ്തില്ലല്ലോ രാഗി എന്ന് പറയും. നീ തെറ്റിദ്ധരിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ കൂടുതൽ നാടകമൊന്നും വേണ്ട കൊച്ചേട്ട. എന്നെയും രാജീവേട്ടനെയും അകറ്റാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് കൊച്ചേട്ടനാണ്. അതിനുമൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയാം. എൻ്റെ രാജീവേട്ടൻ നിരപരാധിയാണെന്നും എനിക്കറിയാം. പക്ഷേ ഞങ്ങളെ തമ്മിൽ അകറ്റി കൊച്ചേട്ടൻ എന്തോ നേടണമെന്നുണ്ടായിരുന്നു, അതാണ് കൊച്ചേട്ടൻ കാണിച്ചതെന്ന് രാജേന്ദ്രൻ്റെ മുഖത്തടിച്ച് പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന രാജേന്ദ്രൻ അന്തം വിടുകട്ടോ ചെയ്യുന്നു. ഇവക്കിത് പെട്ടെന്ന് എന്താ ഇങ്ങനൊരു മാറ്റം വന്നതെന്നും ഇവളെങ്ങനെ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞെന്നും അന്തം വിട്ട് നോക്കുന്നുണ്ട് കേട്ടോ രാജേന്ദ്രന് മനസ്സിലാവുന്നുണ്ട് ഇനി ഒരടവും രാഗിയുടെ അടുക്ക നടക്കത്തില്ല എന്നും. അതുകൊണ്ട് തന്നെ ഇനി സ്വത്തുക്കളുടെ കാര്യത്തിലൊക്കെ തീരുമാനമായി എന്ന് മനസ്സിലാക്കാട്ടോ ചെയ്യുന്നത്. അമ്മ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാമെന്നും അത് ഞാൻ പക്ഷേ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നും. നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു. അമ്മ ഉള്ളിടത്ത് നിന്ന് ഞാൻ അമ്മയെ കൊണ്ടുപോകുമെന്നും നിങ്ങൾക്ക് ഒരിക്കലും അമ്മയെ ദ്രോഹിക്കാനോ കൊല്ലാനോ സാധിക്കില്ല എന്നും ആ സ്വത്തുക്കൾ സ്വന്തമായിട്ട് സ്വന്തമാക്കാമെന്ന് കരുതണ്ട എന്നും ഒക്കെ രാഗി തുറന്നടിക്കുന്നു.